ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മളൊരു ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു കോർണറിൽ നമുക്ക് എക്സോസ്റ്റ് ഫാൻ എങ്ങനെ കൊടുക്കാമെന്നും അത് കൊടുക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ എന്നാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കൊടുക്കുന്നത് ബാത്റൂമിലാണ് എക്സോസ്റ്റ് ഫാൻ നമ്മൾ കൊടുക്കാതെ. അത് നമ്മൾ സാധാരണ ലെവലിൽ ഒരു 6 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിൽ നമ്മൾ 8 ഇഞ്ച് മിനിമം കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമേ അത്യാവശ്യം ആ എയർ പുറത്തേക്ക് തള്ളി പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിൽ വരുന്നത്. ബെഡ്റൂമിൽ നന്നായിട്ട് ചൂട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സീലിംഗ് ഫാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് എപ്പോഴും നമ്മൾ സീലിംഗ് ഫാൻ യൂസ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നുള്ള ചൂട് കാറ്റാണ് നമുക്ക് എപ്പോഴും താഴേക്ക് കിട്ടാറ്. അപ്പോൾ മുകളിലുള്ള ചൂട് കാറ്റ് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സോസ്റ്റ് മുകളിൽ കൊടുക്കുന്നത്. അതായത് റൂമിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ നമ്മുടെ ബാത്റൂമിൽ കൊടുക്കുന്ന പോലെ തന്നെ ബാത്റൂമിലുള്ള ബാഡ് സ്മെല്ല് പുറത്തേക്ക് കളയുന്ന പോലെ തന്നെ ബാത്റൂമിൻ്റെ അകത്ത് നിന്നാണ് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേണം നമ്മുടെ ബെഡ്റൂമിലും കൊടുക്കാനായിട്ട്. ബെഡ്റൂമിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചൂടുവായു മുകളിലായിരിക്കും ഓൾറെഡി ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് നമ്മൾ കളയണമെങ്കിൽ ആ മുകളിലെ പോർഷനിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ മുകളിലെ പോർഷനിൽ ഏകദേശം ഒരു 2 ഇഞ്ചെങ്കിലും താഴ്ത്തിയിട്ട് വേണം നമ്മൾ എക്സോസ്റ്റിന് കൊടുക്കാനായിട്ട്. എക്സോസ്റ്റിൻ്റെ പൈപ്പ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അതായത് പൈപ്പ് നമ്മൾ വെച്ച് ക്ലിയർ ചെയ്തിടും. അതായത് 6 ഇഞ്ചിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ പൈപ്പ്. ഈ പൈപ്പ് നമുക്ക് PVC പൈപ്പ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരു 10 ഇഞ്ചാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് ഇത് നമ്മൾ പറയുന്ന ഈ ടൈപ്പ് ഇത് 8 ഇഞ്ചിൻ്റെ എക്സോസ്റ്റാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അതിൻ്റെ വേറെ ഒന്നുമല്ല, ഈ എക്സോസ്റ്റ് പൈപ്പ് ടൈപ്പാണ് വരുന്നത്. അതായത് പൈപ്പിലേക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്ന രീതിയിലാണ്. ഇതിൻ്റെ MRP ജസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. അതായത് MRP ഇതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പൈപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന തേപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കല്ല് വെച്ച് പണിയുന്ന സമയത്ത് നമ്മൾ പൈപ്പ് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടേക്കുക. അതിന് ശേഷം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പിലേക്ക് നമ്മൾ ഈ പറയുന്ന പൈപ്പ് ടൈപ്പ് വരുന്ന എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. അത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഫുൾ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫുൾ ടൈറ്റ് ചെയ്ത് നമുക്ക് സ്ക്രൂ ടൈപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ മുകളിൽ നിന്നും നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള ചൂട്, അതായത് നമ്മൾ സീലിംഗ് ഫാൻ ഇട്ട് കഴിയുമ്പോൾ കാണാൻ സാധിക്കും. സീലിംഗ് ഫാൻ ഇടുമ്പോൾ നന്നായിട്ടുള്ള ചൂട് കാറ്റായിരിക്കും മുകളിൽ നിന്ന് താഴേക്ക് വലിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ചൂട് കാറ്റ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈപ്പാണ് ഈ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ നീറ്റായിട്ട് പൈപ്പ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ നീറ്റായിട്ട് ക്ലിയർ ചെയ്തിരിക്കും. ഇതിപ്പോൾ കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ചിട്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിലും വരുന്നത്. ബെഡ്റൂമിൽ ഇതുപോലെ തന്നെ നമ്മളൊരു പൈപ്പ് വെച്ച് ക്ലിയർ ചെയ്യുക. 8 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച്, 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച്, അതിലേക്ക് കറക്റ്റ് ചെയ്ത് നമ്മൾ പറയുന്ന എക്സോസ്റ്റ് കറക്റ്റായിട്ട് ഉറപ്പിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് വേണം കളയാനായിട്ട്. അല്ലാതെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ കാറ്റ് കൊടുക്കരുത്. അതങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെ, അതായത് പുറത്തെ പൊടി കാര്യങ്ങളെല്ലാം വലിച്ച് നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുറത്ത്, അതായത് നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള ചൂട് വായു പുറത്തേക്ക് നമുക്ക് കളയുന്ന രീതിയിലായിരിക്കണം നമ്മൾ എക്സോസ്റ്റ് കൊടുക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ഇഞ്ച് കൊടുക്കാം, 8 ഇഞ്ച് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഏകദേശം ഒരു 900 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ച് ഒക്കെയാണെങ്കിൽ ഒരു 900 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഹെവി ഡ്യൂട്ടി വരുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അല്ലാതെ നോർമൽ ലെവലിൽ തന്നെ സൈലൻ്റ് ആയിട്ട് ഒട്ടും തന്നെ സൗണ്ട് ഇല്ലാത്ത ഇഷ്ടംപോലെ എക്സോസ്റ്റ് ഫാനുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സോസ്റ്റ് വെക്കേണ്ടതെന്നും എക്സോസ്റ്റ് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.